വണ്ടർലാൻഡിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ അതിന്റെ എൻട്രൻസിന്റെ അവിടെ നിന്ന് നമ്മൾ 1-2 ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ ഇനി ഇൻസൈഡ് കയറാനായിട്ട് പോവാണ്. ശ്രദ്ധിച്ചാണോ ഇടുന്നേ? ശ്രദ്ധിക്കട്ടെ, ആവേശം വേണ്ട. പിടിക്കാം മറ്റേ കൈ കൊണ്ട്. എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോവാൻ പറ്റുമോ? നമുക്ക് സാൻഡാലാൻഡിലേക്ക് പോവാൻ പറ്റുമോ? ചിഞ്ചു, അവിടെ സാൻഡാലാൻഡ് എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. അവിടേക്ക് പോവാൻ പറ്റുമോ? സാൻഡാലാൻഡ് അവിടേക്ക് നോക്കാം. ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്കൊക്കെ.
റൈഡിനേക്കാളും നല്ല ട്വിസ്റ്റ് ഉള്ള റൈഡ്. അടിപൊളി. ഇതും ആ മിസ്റ്റർ ചൂരോസ്, അതിന്റെ തല വരെ കിട്ടണ്ടേ. അതായത് ആ മിസ്റ്റർ ചൂരോസ് അങ്ങോട്ടേക്ക് ഉറപ്പുണ്ടെന്ന് നമുക്ക് പിന്നെ അതുപോലെ പോക്കറ്റിംഗ് ഒക്കെ ഭയങ്കര സൂക്ഷിക്കാനും സാർ. സോ അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ചെയ്ത് നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. സോ അപ്പോൾ ഇനി മെട്രോ ഒക്കെ കയറണം. സോ കാണാം. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം നടന്നു ഉദയ കേരള റെസ്റ്റോറൻറ്റിലെത്തി. ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഒരു 30-40 മിനിറ്റ്സ് മെട്രോ വാക്കിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അത്രയും ദൂരം നടന്ന് കേരള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ തേടി പിടിച്ച് നമ്മൾ എത്തിക്കണം. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. പിന്മാറാൻ റെഡി ആയിട്ടില്ല. ഒരു എന്താ പറയുക 10-15 മിനിറ്റ് കാൽനടയാത്ര തന്നെ ഉണ്ടായിരുന്നു. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമത്തിൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾ ഭയങ്കര ഡിറ്റർമൈൻഡായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ലണ്ടൻ ബ്രിഡ്ജിലാണ്. സോ നിങ്ങൾക്ക് ബാക്കിൽ ലണ്ടൻ ബ്രിഡ്ജ് കാണാം. അതുപോലെ തന്നെ ഇതാണ് തേംസ് റിവർ. പിന്നെ അതിന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് അവിടെ ലണ്ടൻ ഐൻ്റെ ഒരു ചെറിയൊരു നമുക്ക് കുറേ ദൂരത്താന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിലായിട്ടാണ് ലണ്ടൻ ഐ വരുന്നത്. നമ്മൾ എന്തായാലും നൈറ്റ് ടൂറിന് നമ്മൾ അങ്ങോട്ടേക്ക് എന്തായാലും പോകുന്നുണ്ട്. സോ ഇപ്പം എന്തായാലും ലണ്ടൻ ബ്രിഡ്ജിക്ക് നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട്. സോ നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മൾ ഇവിടെ വരുത്തി. പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഷാഡ് എന്ന് പറയുന്നത്. അതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. കറക്റ്റ് എന്താണ് ബിൽഡിംഗ് എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ലണ്ടൻ ബ്രിഡ്ജിലേക്ക് നമുക്ക് പോവാം.
തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ലണ്ടൻ ഐ. സോ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ടുള്ള ബസ് ഇവിടെ നിന്നാണ് ബോർഡ് ചെയ്യുന്നത്. ബാക്കിലൊക്കെ കണ്ടോ ലൈറ്റൊക്കെ ആയിട്ട്. ഞാനാണെങ്കിൽ ഏറ്റവും വിൻഡോ സീറ്റ് പോലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. ആ ഒരു ലൈറ്റ്, അതുപോലെ തന്നെ ബസ്സിൽ ചെറിയ മ്യൂസിക് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ലണ്ടനിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റ് ടൂർ ബസ് റൈഡ് എന്നാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു. നൈറ്റ് റൈഡ് ബസ്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ഇത് ഒരു 45 മിനിറ്റ്സ് ഉണ്ട്, ബട്ട് എന്നാലും ആ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ കണ്ട സ്ഥലങ്ങൾ എല്ലാം തന്നെ നൈറ്റ് വിത്ത് ഓൾ ലൈറ്റ്സ്, ഇറ്റ്സ് അമേസിങ്. നല്ലൊരു വ്യൂ ആണ്. സോ ആ ബസ്സിൽ ഇരുന്ന് പോകുമ്പോൾ നമുക്ക് എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നുണ്ട്. ലണ്ടനിൽ വന്നിട്ട് ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ സ്പോട്ടായിരുന്നു ഈ നൈറ്റ് ബസ് റൈഡ്. സോ അതും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ തിരിച്ച് വീണ്ടും ബാക്ക് ടു അവർ ബിസി ഷെഡ്യൂൾ, വർക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഓർത്തിരിക്കാനായിട്ട് ഒരുപാട് നല്ല ലണ്ടൻ മെമ്മറീസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലണ്ടനിലേക്ക് വരുന്നത്. UK ഇപ്പോൾ വന്ന് 2 years ആയെങ്കിലും ലണ്ടനിലേക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ കംപ്ലീറ്റ്ലി ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ, ഇനിയും സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഉണ്ട്. ബട്ട് ആ ഒരു 3 days ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, മാക്സിമം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് തിരിച്ചു പോകുന്നത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഫ്രൈഡേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. Until then, it's me Rostina signing off.